കോൾപ്പാടങ്ങളും മത്സ്യസമ്പത്തും അവയുടെ സാധ്യതകളും എന്ന വിഷയത്തിൽ ഗവേഷണ വിദ്യാർത്ഥിനി പാർവതിയാണ് പ്രബന്ധം അവതരിപ്പിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജ് അഖിലേന്ത്യാ റാങ്കിങ്ങിൽ 57ന്റെ തിളക്കവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1ാം സ്ഥാനവും എത്തി നിൽക്കുമ്പോഴാണ് കോളേജിൽ നിന്നും 100ാം ഗവേഷണ പ്രബന്ധം പൂർത്തിയാകുന്നത്. 1973 സുവോളജി വിഭാഗത്തിൽ ഗവേഷണത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ 50ഓളം റിസർച്ച് ഗൈഡുകളും 140ഓളം വിദ്യാർത്ഥികളും ഈ കലാലയത്തിന് കീഴിൽ ഗവേഷണം നടത്തുന്നു. ഇപ്പോൾ 100ന്റെ നിറവിലെത്തുമ്പോൾ വീണ്ടും സുവോളജി വിഭാഗത്തിന്റെ സംഭാവനയായിട്ടാണ് പ്രബന്ധം പുറത്തുവന്നത്. കേരളത്തിന്റെ കോൾപ്പാടങ്ങളും മത്സ്യസമ്പത്തും അവയുടെ സാധ്യതകളുമാണ് പ്രബന്ധത്തിലെ മുഖ്യപ്രമേയം. 100ാം പ്രബന്ധത്തിന്റെ ഗവേഷക വിദ്യാർത്ഥിനി പാർവതി BA സുവോളജി വിഭാഗം റിസർച്ച് ഗൈഡായ ഡോക്ടർ വിമല കെ ജോണിന്റെ കീഴിലാണ് ഗവേഷണം നടത്തിയത്. കോളേജിന്റെ കവിപ്രതിഭാ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാർവതി ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചു. ഗവേഷണത്തിന് തുടക്കം കുറിച്ച ഡോക്ടർ തോബിയാസ് പി മാളിയേക്കലിനെ പ്രസ്തുത ചടങ്ങിൽ ആദരിച്ചു. 100ാം ഗവേഷണ പ്രബന്ധത്തിന്റെ ചെയർമാനായി നിയമിതനായ ഡോക്ടർ തോബിയാസ് പി മാളിയേക്കലിന്റെ ശിഷ്യനും മഹാത്മാഗാന്ധി സർവകലാശാല ഗവേഷകനുമായ ഡോക്ടർ AP തോമസിനെയും അദ്ദേഹം ശാസ്ത്രമേഖലയിൽ നൽകിയ സംഭാവനകളുടെ പേരിൽ ആദരിച്ചു. കോളേജ് പ്രിൻസിപ്പലും ആംഗലേയ ഭാഷാ ഗവേഷകനുമായ റവറൻ ഡോക്ടർ മാർട്ടിൻ KA അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ മാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ റവറൻ ഫാദർ ബിജു പനേങ്ങാടൻ, റിസർച്ച് ഡീൻ ഡോക്ടർ ജോയ്സ് ജോസ്, സയൻസ് ഡീൻ പ്രൊഫസർ ഡോക്ടർ CF ബിനോയ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.